ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് മന്തി പിന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അത് പുറത്തേക്ക് പോയ ഒരു വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയതായിട്ട് കാണുന്നവർ. ഓക്കെ, അപ്പോൾ വീഡിയോയ്ക്ക് പോകാം. അപ്പം അങ്ങനെ രാവിലെ ഇത്തിരി നേരം വൈകിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ ചോറ് തിളപ്പിച്ച് വെച്ച കാരണം കൊണ്ട് അതങ്ങോട്ട് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീകുട്ടനുള്ള ചോറാക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടന് ജോലിയുള്ള കാരണം സൺഡേ എന്ന് പറയുന്നത് നമുക്ക് രാവിലെ അത്ര വലിയൊരു സമാധാനമൊന്നും ഉണ്ടാവില്ല. ഒരാൾക്ക് പോകണമല്ലോ, അപ്പോൾ എല്ലാതും ആവണം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയുള്ള കാരണം രാവിലെ ഇത്തിരി നേരം വൈകി കിടന്നുറങ്ങണമെന്നൊന്നും നടക്കണില്ല. പിന്നെ കായമെഴുക്ക് പറ്റി ഇന്ന് വയ്ക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത് അത് ശ്രീകുട്ടന് ഇഷ്ടമില്ലാത്ത കാരണം ഒരു ഉരുളക്കിഴങ്ങ് അവിടെ ആകെ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ ഇനി വേഗം അവൻ്റെ ഇഷ്ടത്തിനല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് അരിഞ്ഞ് മെഴുക്ക് പറ്റിയാക്കി. പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതും അതുപോലെ തന്നെ 2 വഴുതനങ്ങ ഉണ്ടായിരുന്നു, നമ്മുടെ പറമ്പിലുണ്ടായത് തന്നെയായിരുന്നു. അതും ഒന്ന് ഫ്രൈ ആക്കി വെച്ചു. അപ്പോൾ എല്ലാതും കൂടി ആകുമ്പോൾ അവന് പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ, അത് ഉച്ചയ്ക്ക് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ അതൊക്കെ ആക്കി അവന് കൊടുത്തു. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ കായരിയാനും ഒരു രസം ഉണ്ടാക്കിയിട്ടാണ്. എന്നുവെച്ചാൽ നമുക്ക് എന്തായാലും വേണമല്ലോ ഒഴിച്ച് കഴിക്കാനായിട്ട്. രസം തിളച്ച് പോയിട്ടാണ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണില്ലേ, നന്നായിട്ട് തിളച്ചങ്ങോട്ട് പോയി. അത് കാരണം ആ കലം പിന്നെ ഞാൻ മാറ്റി വേറെ കഴുകി വെച്ചു കേട്ടോ, പുതിയത് വൃത്തിയുള്ളതാക്കി. അപ്പോഴേക്കും ചേട്ടൻ കായ എനിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ഒന്ന് തിരക്കില്ലല്ലോ, ശ്രീകുട്ടനെ അങ്ങനെ പറഞ്ഞു വിട്ടു. ഞാൻ പിന്നെ കായ മെഴുക്കുവറ്റിയൊക്കെ വെച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഷോർട്ട് വീഡിയോ ഇടാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് പിടിച്ചിട്ട് ഷോർട്ട് വീഡിയോ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. ഷോർട്ട് വീഡിയോകൾ ഇടുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ നന്നായിട്ട് കൂടുന്നുണ്ട്. ഷോർട്ട് വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ സമയമില്ലേണ്ട സത്യം പറഞ്ഞ കേട്ടോ. കുറേ ഷോർട്ട് വീഡിയോകൾ നമുക്ക് ഇട ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇടാത്ത കുറേ ദിവസങ്ങളുണ്ടല്ലോ, അതിലൊക്കെ പിടിക്കാനൊക്കെ ആയിട്ട് ഉണ്ട്. പക്ഷേ ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ട് പറ്റണില്ല. ഒക്കെ റെഡിയായി വരുമെന്ന് വിചാരിക്കുന്നു. ഹലോ, അപ്പം ഞങ്ങളങ്ങനെ കുറേ ജോലികൾ ചെയ്തു കേട്ടോ ഉച്ചയ്ക്കൊക്കെ. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. എന്ന് വെച്ചാൽ ക്ലീനിങ് ആയിരുന്നു മുഴുവനും ചെയ്തത്. കുറേ വീഡിയോയിൽ ക്ലീനിങ് ഇട്ടിട്ട് കഴിഞ്ഞ വീഡിയോയും ക്ലീനിങ്ങിനായിരുന്നു. അതിനെച്ചാൽ അത്രയധികം വ്യൂസ് കിട്ടിയിട്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആ ക്ലീനിങ് കാണിച്ച് വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ക്ലീനിങ് ഷൂട്ട് ചെയ്തില്ല. പിന്നെ കുറച്ച് ഷോർട്ട് വീഡിയോകളൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചു. നല്ല ദിവസമൊക്കെ ആയിട്ട് ഇടാനൊക്കെ പറ്റുള്ളൂ. പിന്നെ കുറേയൊക്കെ ഫോണിൽ വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കളയണമായിരുന്നു, അല്ലെങ്കിൽ മെമ്മറി ഫുള്ളാവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കുറേ സമയമൊക്കെ പിന്നെ വെറുതെ ഇരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഷൂട്ട് ചെയ്ത് ചെയ്യാണ്ടിരുന്നു. വൈകുന്നേരം നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം, കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഇന്ന് സാധിച്ചില്ല. എന്താണെന്നറിയോ, ക്ലോക്ക് സമയം തെറ്റിപ്പോയി. നമ്മളിപ്പോൾ ഫോണിലെ സമയം എപ്പോഴും നോക്കിയെന്ന് വരില്ല, ക്ലോക്കിലല്ല നോക്കുക. ഉച്ചയ്ക്ക് ചോറിന് കഴിഞ്ഞ് നോക്കിയപ്പോൾ 12:30 ആയിട്ടുള്ളൂ. 12:30 ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും സമയം 2:45 കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ശരി അവിടെ ഇരിക്കുക, കുറച്ചധികം സമയമുണ്ടല്ലോ. പിന്നെ അവിടെ കുറച്ച് നേരം പിന്നെ കുറച്ച് പതുക്കെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ പിന്നെ കുറേ തുണികളൊക്കെ ഉണക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ എന്നും കഴുകി അവിടെ കൊണ്ടുവിടും, ഫാനിൻ്റെ ചോട്ടിലിടും. പക്ഷെ എന്നാലും ചെറിയൊരു സ്മെല്ലൊക്കെ പോലെ എനിക്ക് തോന്നും. അപ്പോൾ ഇന്ന് വെയിലുകൊണ്ട് അപ്പോൾ അത് ഉണക്കിയെടുക്കലൊക്കെ ചെയ്തു. പക്ഷെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അത് വിചാരിച്ചിട്ട് സാധാരണ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പം എന്തായി, വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഇല്ലാണ്ടായി എന്ന് പറയുന്നതൊരു സത്യമാണ് കേട്ടോ. അടുത്ത വീഡിയോ നല്ല അടിപൊളി സർപ്രൈസ് വീഡിയോ ആക്കണമെന്ന് വിചാരിക്കുന്നു. ഷൂട്ട് ചെയ്തിട്ടില്ല, ആവുമെന്ന് വിചാരിക്കണം. നമുക്ക് കാണാം ബുധനാഴ്ചത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കലേക്ക് ഈ കാലത്ത് വെച്ചതൊക്കെ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയി കേട്ടോ, ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും ചേട്ടനും ഒരു 5 മണിക്ക് കഴിഞ്ഞു കേട്ടോ. 5 മണി 5:30 ആയി പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഞാൻ ഇടുമ്പോൾ ചോദിക്കണ്ടായിരുന്നു ഹെൽമെറ്റ് വെക്കണില്ലേന്ന്. ഹെൽമെറ്റ് ഞാൻ അങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ എടുക്കണ വീഡിയോയാണ് കേട്ടോ ഇത്. അപ്പോൾ കൂട്ടുകാർക്ക് മുഖം കാണാണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് നല്ല കാര്യമുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ ഹെൽമെറ്റ് വയ്ക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ചിക്കനാണ് വാങ്ങിക്കാൻ നിൽക്കുന്നത്. സുഗുണ ചിക്കനാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് കാരണം എന്താ ചേട്ടൻ കയറി അത് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കുട്ടനിലൊരു ഇന്ത്യൻ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. തൃശ്ശൂർ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ ചിക്കൻ ക്യൂബ് തപ്പുകയാണ് കേട്ടോ, കാണുന്നുണ്ടായിരുന്നില്ല എത്ര നോക്കിയിട്ട്. എന്നിട്ട് പിന്നെ ചേട്ടൻ തന്നെ കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അത്യാവശ്യം നല്ല കടയാണ്. പക്ഷെ സ്റ്റാഫുകളൊന്നും അങ്ങനെ ദിവസം മാറി വരുന്നുണ്ട്.
അങ്ങനെ ചേട്ടനും ഞാനും കൂടി തപ്പി കണ്ടുപിടിച്ച് ഒക്കെ എടുത്ത് പിന്നെ വേമ്പിലടിച്ച്. ഇന്ന് പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഭയങ്കര തിരക്കുണ്ടാവും കേട്ടോ. ഇങ്ങനെ പച്ചക്കറികൾ പുറത്ത് വെച്ചിട്ട് കാണുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മൾ സ്ത്രീകൾക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ അതാ നമ്മുടെ സുരേഷ് ഗോപി ചോദിച്ചതിൻ്റെ ഉള്ളൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു പാർട്ടി ഉണ്ടായിട്ട് ഞാനിത് പറയണതല്ല കേട്ടോ. 2-3 വർഷം ശ്രമിച്ചിട്ട് ഒരാൾ ജയിക്കണതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോന്നപ്പോഴും ഒക്കെ നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ വെച്ച് അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തട്ടിക്കൂട്ട് ഉടായ്പ് മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ പെർഫെക്റ്റായി ഉണ്ടാക്കണമെങ്കിൽ കുറേ പോരായ്മകളുണ്ട്. അപ്പോൾ അത് വേണ്ട, ബിരിയാണി പിന്നെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതല്ലേ വെച്ചിട്ട് മന്തി ടേസ്റ്റിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ക്യൂബൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി മന്ത്രിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ചേട്ടന് കാണണം. എന്താ വെച്ചാൽ TV ഇരിക്കണല്ലോ. അപ്പോൾ എൻ്റെ ഫോൺ കിട്ടണം. പിന്നെ ആദ്യത്തിൻ്റെ ഫോൺ എന്ന് പറയുന്നത് എൻ്റെ പഴയ ഫോണല്ലേ, പിന്നെ ആദ്യത്തിന് ഇത്തിരി മടിയാട്ടോ ഫോൺ കൊടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ അതും എൻ്റെ ഫോൺ കൊടുത്ത് അത് നോക്കിയിരുന്ന് അങ്ങനെ ലാസ്റ്റ് ശ്രീകുട്ടനെ കൊണ്ടുവരാൻ പോയപ്പോഴാണ് ഞാൻ ഈ മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് കാണാം. അപ്പം അങ്ങനെ ചേട്ടൻ ശ്രീകുട്ടനെ കൊണ്ടുപോകാൻ പോയിക്കാണ്. അപ്പം ഞാൻ കുരുമുളക് മുഴുവനായിട്ടുള്ളതില്ല, അപ്പം മസാല ഒരുമിച്ചുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തപ്പിയെടുത്തിട്ട് 2-3 എണ്ണമൊക്കെ തപ്പിയെടുത്തിട്ട് പിന്നെ എനിക്ക് മടിയായിട്ടെടുത്ത് വയ്ക്കാൻ പോയപ്പോൾ ആദ്യത്തെ വന്നുങ്ങാട്ട് എനിക്ക് തപ്പി തരുന്നതാണ് കേട്ടോ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇടാനായിട്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് കാര്യങ്ങൾ എല്ലാതും റെഡിയാക്കി. വെള്ളം ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാലകൾ കേട്ടോ. ഏലക്കായ കുറച്ച് അധികം ഇടണം, അതുപോലെ തന്നെ കറുകപ്പട്ട, പച്ചമുളക്, പിന്നെ ലെമൺ, പിന്നെ കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക്, ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചിക്കൻ ക്യൂബാണ് കേട്ടോ. 1-2 എണ്ണം ഇതിലിടാം. ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു ചിക്കൻ ക്യൂബ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഒരെണ്ണം ചിക്കനിലും കൂടി ചേർക്കണ്ടേ, അപ്പോൾ അത് കാരണം ഒരെണ്ണം ഇട്ടും. അപ്പോൾ നല്ല നീളത്തിലുള്ള അരിയില്ലേ, അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഞാൻ നമ്മുടെ റേഷൻ അരി വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതും അല്ലാണ്ട് ബാക്കിയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചേക്കാളും നന്നായിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചത് ഇത്രയ്ക്ക് മസാല ഉണ്ടായിരുന്നില്ല, ഞാൻ ഇത്തിരി മസാല ഒന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുകയും കൂടി ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഒരു ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം കേട്ടോ. സെല്ല റൈസൊക്കെയാണ് ശരിക്കുള്ള മന്തിക്ക് അടിപൊളിയാവുക. അപ്പോൾ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഇതാ ചിക്കൻ കഴുകി റെഡിയാക്കി ഒരു പാത്രത്തിൽ നിരത്തി കുറച്ച് മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മന്തി മസാല കേട്ടോ. മന്തി മസാല എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് കിട്ടും, അധികം റേറ്റൊന്നുമില്ല. അപ്പോൾ അത് 1-2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ പോരെയായിട്ട് ഞാൻ റേഷൻ കൊണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊരു കുഞ്ഞ് സവോളയും ഒരു ക്യാപ്സിക്കം ഒരു തക്കാളിയും കൂടിയും ഇട്ട് കൊടുത്തു. പിന്നെ അതാ ചിക്കൻ ക്യൂബ്, ഒരു പാകത്തിനുള്ള ഉപ്പ്, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചധികം മല്ലിയില, ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും 1/2 കൈപ്പിടി നിറയെ പുതിനയിലയും ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ബിരിയാണിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുകയും ചെയ്തു, മന്തിയുടെ അടുത്തേക്ക് എത്തിയില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു ഇന്നത്തെ മന്തിക്ക്. ഇനി എല്ലാതും കൂടി സെറ്റാക്കിയിട്ട് ഒരു ദിവസം ഞാൻ അടിപൊളി റെസിപ്പിയൊക്കെ ഇടാം കേട്ടോ. മുന്നൊക്കെ വ്ളോഗിലൊക്കെ ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് നല്ല അടിപൊളി റെസിപ്പികളൊക്കെ മന്തിയുടെ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, അതൊഴിച്ചു. പിന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കണ്ടിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വെളിച്ചെണ്ണയായിരുന്നു, അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അത്ര അങ്ങോട്ട് നന്നാവില്ല. അത് നന്നായിട്ട് ഫ്രൈ ആക്കണ വരെ ഇതേപോലെ ആവണ വരെ ചെയ്യണം കേട്ടോ. മന്തിക്ക് ശരിക്കും വലിയ കഷ്ണങ്ങളാണ് വേണ്ടത്. എനിക്കിപ്പോൾ കിട്ടിയപ്പോൾ ഇത് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ. നമ്മുടെ വേവിച്ച് മാറ്റി വെച്ച ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല റേഷൻ അരി ആയിരുന്നു, അതിൻ്റേതായൊരു ടേസ്റ്റും ഭംഗി വ്യത്യാസവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടി വെച്ചു. പിന്നെ എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപയോഗിച്ചു കേട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് സൈഡായിട്ട് തൈര് എടുക്കാം, മുളകിട്ടിട്ട് പച്ചമുളകും ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ തക്കാളിയും ഒരു സവോളയും ഇതൊക്കെ അടിച്ച് ഒരു 2 അല്ലി വെളുത്തുള്ളി പച്ചമുളക് കൂടി അടിക്കുക കേട്ടോ. നീ എങ്ങനെയാ അറിഞ്ഞ ചിക്കൻ മേടിച്ചത്? നീ അറിഞ്ഞ ഇപ്പൊ തരാട്ടാ. ബാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാടാ. അങ്ങനെ ശ്രീരാഗ് അകത്തേക്ക് കയറിയപ്പോൾ അവനും ഓടിക്കയറി അകത്തേക്ക് കയറിയത്. പിന്നെ ഞാൻ അവന് കുറച്ച് കൊടുത്തിട്ട് പുറത്തേക്ക് ആക്കിയിട്ട് അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ നമ്മളോട് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും. അവന് അകത്തിത്തിരി അധികാരമുള്ള ആളാണ് കേട്ടോ. വേഗം ഓടി വരാൻ നോക്കും, മറ്റുള്ളവരും വരാനൊക്കെ നോക്കും.
പിന്നെ അങ്ങനെ കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് വിശേഷം കൂടി ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ശ്രീകുട്ടന് ഭയങ്കര സന്തോഷമായി. ശ്രീകുട്ടന് വൈകുന്നേരം വരുമ്പോൾ നല്ല ഫുഡ് കിട്ടണം ഒരാഗ്രഹമാണ്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാലത്തൊന്നും അത്ര നല്ലതാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, കൊണ്ടുപോകാനും വേണമെന്നില്ല കേട്ടോ. പക്ഷെ വൈകുന്നേരം വരുമ്പോൾ അവരിഷ്ടപ്പെട്ടത് വേണമെന്ന് ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറ്റണതാണെങ്കിൽ ഞാൻ സാധിപ്പിക്കാറുണ്ട് കേട്ടോ. ഞാനും ശ്രീകുട്ടനും ആദ്യത്തിനും ചേട്ടനൊക്കെ 2-3 കഷ്ണം വാർത്ത് നേരത്തെ തന്നെ കുറച്ച് ചോറൊക്കെ കൊണ്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചേട്ടന് വാർത്ത കാണുമെന്ന് പറഞ്ഞിട്ട് ഫോണിൽ വെച്ച് കൊടുത്തു എന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് വെച്ചപ്പോൾ ഞങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീകുട്ടൻ്റെ ഒപ്പം കൂടിയും കഴിച്ചു കേട്ടോ. അപ്പോൾ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. അവിടെ അങ്ങനെ കിടന്നടിച്ച് ചെയ്തിട്ട് ഓക്കെ എന്തോ പോലെ കേട്ടോ. എന്നുവെച്ചാൽ 2-3 കൂട്ടുകാരികൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എനിക്കപ്പോൾ അതങ്ങോട്ട് സാധിക്കുന്നില്ല. എന്താ പറയുക, ഡ്രസ്സൊക്കെ മാറി വന്ന് കാലത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ഞാൻ ഇന്ന് വിചാരിക്കും. പക്ഷെ അത് പറ്റണില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ 3-4 പേരുള്ളൂ. അപ്പോൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് കൂടി ഉണ്ട് കേട്ടോ. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നത് സുനി, ജോൺ, രശ്മി, രമ്യ, രജിത, ഇങ്ങനെ 4 പേരാണ് ഹായ് പറയുമെന്ന് ചോദിച്ചേക്കുന്നത്. രജിത പറഞ്ഞേക്കുന്നത് ഞാൻ പുതിയ ആളാണ്, ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് കേട്ടോ. ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്, എല്ലാവരുടെ പേരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ എല്ലാവരുടെ പേരും കമൻറ്റ് വീഡിയോയിൽ പറയാൻ പറ്റില്ല. ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇടാം, ഇന്നാൾ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിടാം. ലീവ് പിറന്നാളൊക്കെ വരുമ്പോൾ ഇടാം. പക്ഷേ ഞാൻ ശ്രമിച്ചിട്ടും നടക്കണില്ല രാവിലെ എനിക്ക് കേട്ടോ. ഈ തിരക്കൊക്കെ കഴിഞ്ഞൊരു വീഡിയോ കൂടി ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ക്ഷമിക്കാം. പിന്നെ നന്ദന വ്ളോഗ്സ് എന്ന് പറഞ്ഞ ഒരു വ്ളോഗ്സ് ഞങ്ങൾ ഇവിടേക്ക് പോയില്ലേ, എന്താ പറയുക, മറന്നു പോയില്ല, അതിരപ്പള്ളിക്ക് പോയപ്പോൾ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനെയും ചേച്ചിയെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, കുറേ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നണു, പിന്നെ എന്നിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. തിരുവനന്തപുരത്താണ് വീട്, തൃശ്ശൂരാണല്ലോ എൻ്റെ വീട്, അപ്പോൾ കാണണം, നടക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാണുമ്പോൾ കുറേ സംസാരിക്കണം, കെട്ടിപ്പിടിച്ച് കരയണം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നന്ദന ആണോ പേരെന്ന് അറിയില്ല, മോളുടെ പേരാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഇങ്ങനത്തെ കമൻറ്റുകളിൽ മുന്നേ ഇഷ്ടം പോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതെന്തോ ഇപ്പം അടുത്ത് ഇങ്ങനത്തെ കമൻറ്റുകൾ ഇത്തിരി കുറവാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എന്തോ സംസാരിക്കണം തോന്നിയിട്ട് അതുകൊണ്ട് സംസാരിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. അപ്പോൾ ബുധനാഴ്ച സർപ്രൈസ് വീഡിയോ ആണ്, കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.